നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മൂരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതോടുകൂടി ഈ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ പെരുന്നയിലുള്ള ഇദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത ശേഷം വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ സസ്പെൻഷനിലുള്ള മൂരാരി ബാബു ക്ഷേത്രത്തിലെ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികളും കട്ടിളയും കടത്തിയതുമായി ബന്ധപ്പെട്ട കേസുകളിൽ രണ്ടാം പ്രതിയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചേക്കുമെന്ന് പ്രാഥമിക സൂചനകൾ നിലനിന്നിരുന്നു. എങ്കിലും ലഭിച്ച തെളിവുകളുടെയും മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം അന്വേഷണ സംഘം കൈക്കൊള്ളുകയായിരുന്നു. ഈ അറസ്റ്റ് ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും പങ്കിനെക്കുറിച്ചുള്ള വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ SITക്ക് നൽകുന്നത്. കേസിലെ ഗൂഢാലോചനയിൽ മൂരാരി ബാബു വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. 2019 മുതൽ 24 വരെയുള്ള കാലയളവിലെ സ്വർണ്ണക്കടത്തിനും തട്ടിപ്പിനും പിന്നിലെ പ്രധാന കണ്ണിയായി പ്രവർത്തിച്ചത് മൂരാരി ബാബുവാണ്. ഇതിലെ ഏറ്റവും ഗുരുതരമായ ആരോപണം ക്ഷേത്രത്തിലെ സ്വർണം പൂശിയ പാളികൾ സംബന്ധിച്ച് വ്യാജരേഖകൾ ചമച്ചതാണ്. ശ്രീകോവിലിൻ്റെ ഇരുവശത്തുമുള്ള സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളെ മനഃപൂർവ്വം അതിനെ ചെമ്പ് തകിട് എന്ന് തെറ്റായിട്ട് രേഖപ്പെടുത്തിയത് മൂരാരി ബാബുവാണ്. കൂടാതെ ഈ സ്വർണ്ണപ്പാളികൾ അത് നവീകരണത്തിനായിട്ട് ഈ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നതിലും അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നതിലും ഇദ്ദേഹം നേരിട്ട് ഇടപെട്ടതായിട്ട് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. വ്യാജരേഖ ചമയ്ക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ സ്വർണ്ണമായിരുന്ന ഈ വസ്തുവകളുടെ മൂല്യം അത് കുറച്ചു കാട്ടാനും അതോടൊപ്പം തന്നെ മോഷണത്തിന് കളമൊരുങ്ങാനും മൂരാരി ബാബു ശ്രമിച്ചതായിട്ടാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ഏതായാലും അറസ്റ്റിനെ തുടർന്ന് കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മൂരാരി ബാബുവിനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. തൻ്റെ പങ്കിനെക്കുറിച്ച് നേരത്തെ ചോദ്യം ചെയ്യലിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികളിൽ മൂരാരി ബാബുവിൻ്റെ പങ്ക് നിർണായകമാണെന്ന് സൂചനകളുണ്ടായിരുന്നു. കൂടാതെ പോറ്റിയുടെ സുഹൃത്തായ അനന്തസുബ്രഹ്മണ്യൻ നൽകിയ മൊഴിയും ഈ കേസിലേറെ വഴിത്തിരിവായി മാറി. പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ പ്രവർത്തിച്ചതെന്നും 2019 സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളികൾ ഏറ്റുവാങ്ങി അത് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയതും നാഗേഷിനെ കൈമാറിയതും പോറ്റി പറഞ്ഞതനുസരിച്ചാണെന്നും അനന്തസുബ്രഹ്മണ്യം മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പരസ്പര ബന്ധിതമായിട്ടുള്ള മൊഴികൾ അത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ അറിവോടെയും ഒത്താശയോടെയും നടന്ന ഒരു ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്ന് സ്ഥാപിക്കാൻ അന്വേഷണ സംഘത്തിന് സഹായകമാകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അത് ക്ഷേത്രത്തിൻ്റെ പവിത്രതയെ തന്നെ ബാധിക്കുന്ന 2 പ്രധാന കേസുകളായിട്ടാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണവും കട്ടിളപ്പാളിയിലെ സ്വർണ്ണമോഷണവും 2 പ്രത്യേക കേസുകളായി പരിഗണിക്കും. ഈ 2 കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതിയായിട്ടുള്ളത്. ദ്വാരപാലക ശില്പം മോഷണം പോയ കേസിൽ മൂരാരി ബാബുവിനെ കൂടാതെ 9 പേരാണ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കട്ടിളപ്പാളി കേസിൽ 8 പ്രതികളാണുള്ളത്. ഈ പ്രതിപട്ടികയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ കൽപേഷിനെ കൂടാതെ 2019 ദേവസ്വം കമ്മീഷണർ A. പത്മകുമാർ, അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ഭരണസമിതി പ്രസിഡന്റ് ഉൾപ്പെടെ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. ഭരണപരമായിട്ടുള്ള തലങ്ങളിൽ സംഭവിച്ച വലിയ വീഴ്ചകളെയാണ് ഈ പ്രതിപട്ടിക സൂചിപ്പിക്കുന്നത്. ഇതാകട്ടെ കേവലം ഉദ്യോഗസ്ഥ തലത്തിലെ ക്രമക്കേടുകൾക്കപ്പുറമായിട്ട് മുൻ ദേവസ്വം ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്ത ഇല്ലായ്മയിലേക്കും വിരൽ ചൂണ്ടുകയാണ്. മൂരാരി ബാബുവിൻ്റെ അറസ്റ്റും കേസിൻ്റെ ഗൗരവവും മുൻ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ പ്രതി ചേർക്കപ്പെട്ട സാഹചര്യവും സംസ്ഥാന സർക്കാരിനെ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൻ്റെ പിന്നാമ്പുറ വിവരങ്ങൾ കൂടുതൽ പുറത്തു വരുന്നതോടുകൂടി ക്ഷേത്രഭരണത്തിൽ നടന്ന ഭരണകൂടത്തിൻ്റെ ഇടപെടലുകളെ അതിനെ പൊതുസമൂഹവും പ്രതിപക്ഷവും ശക്തമായി ചോദ്യം ചെയ്യും. നിലവിൽ എല്ലാ ശ്രദ്ധയും സംസ്ഥാനത്തെ ദേവസ്വം മന്ത്രിയിലേക്കാണ് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. കേസിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി ഉടൻ രാജിവെച്ചേക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ തന്നെ സൂചന നൽകുന്നത്. ഈ കേസ് ഭരണതലത്തിലുള്ള ഉന്നതരുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി തന്നെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട് 2019 മുതൽ നിലവിലെ കാലയളവ് വരെ സംസ്ഥാനം ഭരിച്ച LDF സർക്കാരിന് കീഴിൽ 2 ദേവസ്വം മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. കടകംപള്ളി സുരേന്ദ്രനും VN വാസവനും. സ്വർണം പൂശിയ പാളികൾ ചെമ്പാണെന്ന് തെറ്റായിട്ട് രേഖപ്പെടുത്താനും മോഷണത്തിന് ഒത്താശ നൽകാനും കാരണമായ ഭരണപരമായിട്ടുള്ള വീഴ്ചകളിൽ ഈ 2 പേർക്കും ഒരു തരത്തിൽ തുല്യമായ ഉത്തരവാദിത്വമുണ്ട് എന്ന ആരോപണം അതിശക്തമാണ്. മൂരാരി ബാബുവിൻ്റെ കാലത്ത് ആരംഭിച്ച ഗൂഢാലോചന അന്നത്തെ മന്ത്രിമാരുടെ അറിവോടുകൂടിയാണോ നടന്നത്, അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള അനാസ്ഥയാണോ ഇതിനെ വഴിവെച്ചത്? ഈ ചോദ്യം കേരള സമൂഹം ഉറ്റുനോക്കുകയാണ്. ഏതായാലും ഈ 2 മന്ത്രിമാർ അവർ ഭാവിയിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കേസിൻ്റെ പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്ന് പറയാതെ വയ്യ.